ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണൊരു ഇൻഡസ്ട്രിയറ്റ് വെഹിക്കിൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൊരു വണ്ടി നമുക്ക് എങ്ങനെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി അവിടെ നിന്നൊരു ടാറ്റ ഹെക്സ എടുത്തു കൊണ്ടുവന്നു. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇവിടെ ഇപ്പം ഇതുവരെ എന്തൊക്കെ ചെയ്തു. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നത് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ ഞാൻ ചെയ്തു, അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ ആദ്യം പോകുന്നു, 2-3 വണ്ടികൾ നോക്കുന്നു. അതിൽ ആദ്യത്തെ 2-3 എണ്ണം ഇഷ്ടപ്പെടുന്നില്ല, പല പല കാരണങ്ങളാൽ വേണ്ടെന്ന് വയ്ക്കുന്നു. അവസാനം ഒരു വണ്ടി ചെന്ന് കാണുന്നു, മൈനർ ആക്സിഡൻ്റൊക്കെയുള്ള ചെറിയ ആക്സിഡൻ്റൊക്കെ ഉള്ള ബമ്പറൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് നോക്കുന്നത്. കാണുന്നു, സംസാരിക്കുന്നു. ആ വണ്ടിയുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. പുള്ളിക്ക് 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടി. പുള്ളി 17,10,000 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞതിലൊരു കാരണമുണ്ട്, ഞാനത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി മേടിക്കുന്നു, എമൗണ്ട് പറയുന്നു, ഒരു ഫിക്സഡ് എമൗണ്ട് പറയുന്നു, ആ എമൗണ്ട് പേ ചെയ്യുന്നു. അതിനുശേഷം പുള്ളി NOC എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പുള്ളിയും കൂടെ പോകുന്നു. NOCക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ NOCക്ക് കൊടുക്കേണ്ടി വന്നത് അവിടുത്തെ ഒരു അഫിഡവിറ്റ്, അവിടെ നമുക്ക് എഴുതി കിട്ടും. അവിടെ ഏതെങ്കിലും അഫിഡവിറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് പോയാൽ അവർ ചെയ്തു തരും. പിന്നെ നമ്മുടെ ആധാർ കാർഡ് കറക്റ്റ് ഏത് RTOയിലോട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ നെടുമങ്ങാട് RTOയുടെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് RTOയുടെ പരിധിയിൽ വരുന്ന ആളാണ്. അപ്പോൾ KL21. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. NOC അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ തിരുവനന്തപുരം നെടുമങ്ങാടെന്നും പറഞ്ഞാൽ അറിയത്തില്ല, KL21 പറഞ്ഞാൽ അറിയത്തില്ല. പ്രോപ്പർലി അവർ സെലക്ട് ചെയ്യുമ്പം നിങ്ങളുടെ RTO തന്നെയാണ് ചൂസ് ചെയ്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എൻ്റെ RTO ആദ്യം അവർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പോയത് തിരുവനന്തപുരമാണ്. കാരണം അഡ്രസ്സിനകത്ത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു തിരുവനന്തപുരം ചൂസ് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം അല്ല, KL21 സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ 21 സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഇല്ല. പിന്നെ നെടുമങ്ങാട് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ അത് സെറ്റാക്കുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെ ഞാൻ ഒരു ഏജൻറ്റിനെ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. പുള്ളിക്ക് 6,000 രൂപ NOC എടുക്കുന്നതിന് കൊടുക്കേണ്ടി വന്നു. 5,000 രൂപ ആദ്യവും NOC വന്നതിന് ശേഷം അടുത്തൊരു 1,000 രൂപയും കൂടെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ടോട്ടൽ എനിക്ക് 6,000 രൂപ അവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് NOCക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ NOC വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഞാൻ NOC എടുക്കാൻ വേണ്ടി 6,000 രൂപയായി. അപ്പോൾ നമുക്ക് അതിന് ആധാർ കാർഡ്, പാൻ കാർഡ് ഞാൻ കൊടുത്തു എന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. വണ്ടിയുടെ ചേസിസ് നമ്പർ നമ്മൾ എന്തെടുത്ത് കൊടുക്കണമെന്ന് അറിയുമോ? ചേസിസ് നമ്പർ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കണം. അതായത് വെള്ള പേപ്പറിൽ ചേസിസ് നമ്പറിൽ, അതായത് ബോണറ്റിൻ്റെ അടിയിരിക്കുന്ന ഭാഗമല്ല, നമ്മളെ ബോഡിയിൽ. ഇപ്പം ടാറ്റ ആക്സി ആണെങ്കിൽ ഡോറിൻ്റെ സൈഡിൽ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വലിയ അക്ഷരത്തിലുള്ള സാധനം. അപ്പോൾ നമ്മൾ വെള്ള പേപ്പർ വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് അതിന് മണ്ടയ്ക്ക് വെച്ചിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് അത് സ്റ്റാമ്പാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയെടുത്ത് നേരെ വണ്ടി ഓടിച്ച് റോഡ് വഴി തന്നെ ഓടിച്ച് വന്നു. എനിക്ക് ടോട്ടൽ ടാറ്റ ഹെക്സ ആണ്. എനിക്ക് 16.5 കിലോമീറ്റർ, 17 കിലോമീറ്ററോളം, 16.7 കിലോമീറ്ററോളം എനിക്ക് മൈലേജ് കിട്ടി. ഞാനൊരു ടോട്ടൽ 15,500 രൂപയ്ക്ക് എണ്ണ അടിച്ചിരുന്നു കേട്ടോ. 15,500 രൂപയ്ക്ക് ഞാൻ ഹരിയാനയിൽ നിന്ന് ആദ്യം പോയി. കാരണം വണ്ടി എടുത്തിട്ട് എനിക്ക് സർവീസ് ചെയ്യണമായിരുന്നു. അപ്പോൾ നേരെ ഹരിയാനയിലാണ് ടാറ്റയുടെ സർവീസ് സെൻ്റർ ഉള്ളത്. അവിടെ പോയി സർവീസ് ചെയ്തു. സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വിലക്കുറവ്, ഡീസലിന് ഏറ്റവും കൂടുതൽ വിലക്കുറവുള്ളത്. അപ്പോൾ ഞാൻ ഹരിയാനയിൽ നിന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. എനിക്ക് തോന്നുന്നു 60 ലിറ്റർ എണ്ണ ഇതിൽ കൊള്ളും. അപ്പോൾ 60 ലിറ്റർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ അടിച്ചടിച്ച് വന്നു. അപ്പോൾ ഞാൻ ആദ്യം വന്നത് ഞാൻ നമ്മുടെ നാഷണൽ ഹൈവേ 34 ആണെന്ന് തോന്നുന്നു, കന്യാകുമാരി ഡൽഹി എക്സ്പ്രസ് വേ ഉണ്ടല്ലോ, അതിലൂടെയാണ് വന്നത്. അതിലൂടെ വന്നു, നാട്ടിലെത്തി, പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പം എന്നിട്ട് എനിക്കൊരു 18 ദിവസം 20 ദിവസത്തോളം എടുത്തിരുന്നു NOC ഇവിടെ വരാൻ വേണ്ടിയിട്ട്.
അപ്പം NOC കാരണം NOC അവർ ഡയറക്റ്റ് അയച്ചു തന്നില്ല, നേരെ ഓണറിൻ്റെ വീട്ടിൽ അയച്ചു. ഓണറാണ് പിന്നെ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് ഫോർവേഡ് ചെയ്ത് എനിക്ക് തന്നത്. അപ്പോൾ അതാണ് കേസ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇനി അടുത്ത കേരളത്തിലുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ കേരളത്തിലെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോംസ് കുറച്ച് അവിടെ നിന്ന് ഞാൻ എന്തൊക്കെ ഫോം മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, വണ്ടിയുടെ ഒറിജിനൽ പിന്നെ RC, വണ്ടിയുടെ ഇൻഷുറൻസ്, വണ്ടിയുടെ ഇൻവോയ്സ്. എനിക്ക് ഗുണപ്പെട്ടില്ല ഇൻവോയ്സ്, അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ഇൻവോയ്സ് ഞാൻ മേടിച്ചിരുന്നു. അത് 17,10,000 രൂപയുടെ ഇൻവോയ്സാണ്. ഞാനതാണ് ആദ്യം പ്രൈസ് പറഞ്ഞിട്ട് ഞാനത് പിന്നെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞത്. അതിന് ഞാൻ അവിടോട്ട് വരാം. അപ്പം അതിൻ്റെ ഇൻവോയ്സ് മേടിച്ചു. പിന്നെ കുറച്ച് പുള്ളിയുടെ സർവീസ് റെക്കോർഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ NOC. അപ്പോൾ NOC ഞാൻ വന്ന വഴിക്ക് വന്നപ്പോൾ തന്നെ പുള്ളിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് വന്നു. പുള്ളിയുടെ ആധാർ കാർഡ്, RC ബുക്ക്, പിന്നെ സർവീസ് റെക്കോർഡ്സ്, ഇൻവോയ്സ്, കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫോം 29, 30 കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചിരുന്നില്ല കേട്ടോ. കാരണം അത് മേടിച്ചിട്ട് വന്നാലും മേടിക്കാതെ വന്നാലും കൊള്ളാം. ഈ ഫോം 30-ലാണെന്ന് തോന്നുന്നു പുള്ളിയുടെ ഒരു ഓണറിൻ്റെ ഒരു സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോം 30-ലാണോ അത്? അതെ, ഫോം 30. ഇത് ഫോം 30 ഫോം 30 ഇവിടെ ഡീലർ ഓഫ് വെഹിക്കിൾ, പിന്നെ എവിടെയോ ഒരു സ്ഥലത്ത് അതാ ഇവിടെ ഞാൻ എൻ്റെ സിഗ്നേച്ചർ തന്നെയാണ് താഴെ ഇട്ടേക്കുന്നത്. മകളിൽ സിഗ്നേച്ചർ ഓഫ് ദ രജിസ്റ്റേർഡ് ഓണർ വേണം. ഇത് ഫോം 29 കേട്ടോ, ഫോം 29. അപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം NOC ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോം 30 ഫോം 29 പുള്ളിയുടെ സൈൻ മേടിച്ചോ, കാരണം അതെന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പം ഞാനിപ്പം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ പിന്നെ SRTO കണ്ടിരുന്നു. വെരിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടുന്ന എമൗണ്ട് പറഞ്ഞു. ഞാൻ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ആദ്യം നമ്മൾ പിന്നെ RTOയിൽ കൊടുക്കുന്ന സമയത്ത് ഇതേപോലൊരു പിന്നെ കവറിനകത്തിട്ട് നമ്മുടെ RC ബുക്ക് വയ്ക്കുക. ഇത് ഞാൻ ടാക്സ് അടച്ചതാണ്, ഞാൻ അതിലോട്ട് അവസാനം വരാം. ഇതും ടാക്സ് അടച്ചതാണ്. അതിനുശേഷം രണ്ടാമത് ഞാൻ വെച്ചേക്കുന്നത് NOC ആണ്, അതായത് ഡൽഹിയിലെ NOC. പുള്ളി അവിടെ നിന്ന് നമുക്ക് ഫോം 28 മാത്രമേ തരുള്ളൂ കേട്ടോ. ഇത് ഫോം 28 ഫോം 28-ൻ്റെ 2 കോപ്പി തരും. അതിനകത്ത് പുള്ളിയുടെ സൈനുണ്ട്. അപ്പോൾ പുള്ളിയുടെ സൈനൊക്കെ ഇട്ടിട്ടാണ് പുള്ളി അയച്ചു തരുന്നത്. ഓണറിൻ്റെ സൈനുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ഏതാണ്? വണ്ടിയുടെ പിന്നെ ചേസിസ് നമ്പർ സ്റ്റാമ്പ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാമ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതവിടെ ആവശ്യമില്ല കേട്ടോ. ഞാനത് അവിടെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റാണ്, കാര്യമില്ല. ഇത് എല്ലാ ഇൻവോയ്സ് പിന്നെ NOC കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലാത്തതാണ്. കാരണം ഇത് പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു സർട്ടിഫിക്കറ്റാണ്. നമുക്കത് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കേരള പോലീസിൻ്റെ തുണ സൈറ്റ് ഉണ്ടല്ലോ, കേരള പോലീസിൻ്റെ തുണ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയതായിട്ട് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ രജിസ്റ്റർ കഴിഞ്ഞിട്ട് അവിടെ വെഹിക്കിൾ NOC ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. വെഹിക്കിൾ NOC കൊടുക്കുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ ആധാർ കാർഡ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് വെഹിക്കിൾ NOCയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്ത് അത് കയറുമ്പോൾ അവിടെ കാണും. അപ്പോൾ അത് പോയിട്ട് വേറൊരു പോർട്ടലിലായിട്ടായിരിക്കും റീഡയറക്റ്റായി പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ അപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത സെയിം ഡീറ്റെയിൽസ് കൊടുക്കുക, ലോഗിൻ ചെയ്ത് അകത്ത് കയറുക. അകത്ത് കയറുമ്പോഴത്തേക്ക് അവിടെയും ഉണ്ട് NOC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു NOCയുടെ ഫോം വരും. അതിനകത്ത് നമ്മൾ വണ്ടിയുടെ എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ പിന്നെ ഒക്കെ കൊടുക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ജനറേറ്റ് ചെയ്ത് കിട്ടും. അതാണ് ഈ സാധനം. ഇത് പിന്നെ എല്ലാ RTOയും ചോദിക്കില്ല എന്ന് തോന്നുന്നു, പക്ഷേ എന്തായാലും എൻ്റെ RTO ചോദിച്ചു. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കണക്ക് ഫോം 27, പിന്നെ ഫോം 27 ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫോം 29 ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫോം 30 ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് പിന്നെ ഞാൻ വണ്ടിയുടെ ഒരു RC ബുക്കിൻ്റെ കോപ്പി ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ആധാറിൻ്റെ കോപ്പി ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈസൻസിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈസൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ, ആധാർ മാത്രം മതി. പിന്നെ ഇതാണ് ഞാൻ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ അഫിഡവിറ്റ്. പിന്നെ ഇവിടുത്തെ അഫിഡവിറ്റ് ഏറ്റവും അവസാനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് പുള്ളിയുടെ ആധാർ. പിന്നെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ് കേട്ടോ. അവിടെ നിന്ന് മേടിക്കാം, വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇത് വണ്ടിയുടെ ഇൻഷുറൻസ് ആണ്. ഇതാണ് ഞാൻ ഇവിടെ ചെയ്ത അഫിഡവിറ്റ്. അപ്പോൾ ഇതും ഇത് കേരളത്തിൽ പിന്നെ നമ്മൾ എഴുതി കൊടുക്കേണ്ടുന്ന അഫിഡവിറ്റാണ് കേട്ടോ. അവിടുത്തെ അഫിഡവിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ ഇവിടെ നിന്ന് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെപ്പറേറ്റ് അഫിഡവിറ്റ് എടുത്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ ഉള്ളത് ഇത് അഫിഡവിറ്റിൻ്റെ 2 കോപ്പി. അതിനകത്തൊരു ഫോട്ടോ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, ഫോട്ടോ വയ്ക്കുക. ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കേസ്, ഇതാണ് ടാക്സ് അടച്ചത്. അപ്പോൾ ഞാൻ ഇനി ഇൻവോയ്സിൻ്റെ കേസിലോട്ട് വരാം. അപ്പം ഇവിടെ ഈ ടാക്സ് ഞാൻ അടച്ചേക്കുന്നത്
ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം വണ്ടിയുടെ പ്രൈസ് കിടക്കുന്നത് 17,25,000 കിടക്കുന്നത്. യഥാർത്ഥത്തിൽ വണ്ടിയുടെ ഓണർ പേ ചെയ്തേക്കുന്നത് 17,10,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻവോയ്സ് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ ആട്ടോയിൽ ഇരിക്കുന്ന മഹാനവറുകൾ പറഞ്ഞത് പിന്നെ പുള്ളി ഡിസ്കൗണ്ട് പ്രൈസിലാണ് വാങ്ങിയത്. അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അന്നത്തെ അവിടുത്തെ കോസ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിട്ട് പിന്നെ നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നത് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് NOC എടുത്ത് മാറ്റി, ഇൻവോയ്സ് എടുത്ത് മാറ്റി. എന്തിനാണ് വെറുതെ കൊടുക്കണം? അപ്പോൾ നിങ്ങൾ ഇൻവോയ്സ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ചില RTO അതിൻ്റെ ഒറിജിനൽ പ്രൈസ് നോക്കിയിട്ട് അതായിരിക്കും ഇടുന്നത്. പിന്നെ നിങ്ങൾ കൊടുക്ക്. പിന്നെ ചില RTO ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മുടെ നെടുങ്ങാട് RTO അത് അക്സെപ്റ്റ് ചെയ്തില്ല. പകരം അന്നത്തെ അവിടുത്തെ കോസ്റ്റ് അവർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അവരുടെ സൈറ്റിൽ നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ആ ഇത് വെച്ചിട്ടാണ് അവരെനിക്ക് ടാക്സ് ഇട്ട് തന്നത്. അപ്പോൾ ടോട്ടൽ 17,25,000 രൂപയുടെ പിന്നെ എമൗണ്ടാണ് എൻ്റെ വണ്ടിയുടെ ഇതിട്ടേക്കുന്നത്. അതിലൊരു പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ടാക്സ് അടച്ചേക്കണം എന്നൊക്കെ അറിയാൻ പറ്റും. ടോട്ടൽ 1,62,372 അടച്ചിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ ടാക്സ് വരണം, മോട്ടോർ വെഹിക്കിൻ്റെ ടാക്സ് വരുന്നത് പിന്നെ 1,55,461 കേട്ടോ. പിന്നെ അൾട്രാ കുറേ അഡീഷണൽ കുറച്ച് ചാർജൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ കുറച്ച് ചാർജൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ, ട്രാൻസ്ഫർ ഓണർഷിപ്പ്, അങ്ങനെ കുറച്ച് ചാർജ് എല്ലാം കൂടെ വന്നിട്ടാണ് ഈ 1,62,372 വന്നേക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 1,55,461 യഥാർത്ഥത്തിൽ അതിൻ്റെ ടാക്സ്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് വണ്ടിയുടെ 25% മുകളിൽ വരും ഈ എമൗണ്ട് കേട്ടോ. പിന്നെ 25% എനിക്ക് വണ്ടിയുടെ ഡിപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2018 വണ്ടിയാണ്. അപ്പോൾ 7 വർഷമാണ്. അപ്പോൾ 7 വർഷം ആയിട്ട് 25% ഡിപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 12 ലക്ഷത്തി സംതിങ് വരും. ഈ 12 ലക്ഷത്തി സംതിങ്ങിൽ 18% ടാക്സ് ആയി കേട്ടോ. അതായത് അന്ന് വണ്ടി രജിസ്റ്റർ ചെയ്ത സമയത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അന്ന് കേരളത്തിൽ എത്രയാണോ അന്നത്തെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിലാണ് പിന്നെ ഡിപ്രീസിയേഷനും ടാക്സിൻ്റെ കാൽക്കുലേഷനും മറ്റൊക്കെ വരണം കേട്ടോ. അപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ന് പിന്നെ ഈ എമൗണ്ടിലുള്ള ഈ 12 ഇപ്പം ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് വന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ 12 ലക്ഷം രൂപയുടെ വണ്ടി ഇന്ന് എടുക്കുമ്പോൾ പിന്നെ എത്രയാണ് ടാക്സ് വരുന്നത് നോക്കുക. അപ്പോൾ ഇന്ന് 12 ലക്ഷം രൂപയുടെ വണ്ടി എനിക്ക് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എത്രയാണ് അതിൻ്റെ ഇതെന്ന് അറിയില്ല. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 12% വരുന്നുണ്ട്. അപ്പം ഈ ടോട്ടൽ 1,55,000 എന്ന് പറയുന്നത് ആ എമൗണ്ടിൻ്റെ 12 ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ടാണ്. അതെനിക്ക് ഞാൻ കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ എനിക്ക് 12% കിട്ടിയത് കേട്ടോ. അപ്പോൾ ടോട്ടൽ അങ്ങനെയാണ് അതിൻ്റെ ടാക്സിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ഒറിജിനൽ പ്രൈസ് എടുക്കുക. ഒറിജിനൽ പ്രൈസിൽ ചിലപ്പോൾ ഒരു ഡിപ്രീസിയേഷൻ അവർ തരും. സാധാരണ എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷം 6 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 25% 30% ഡിപ്രീസിയേഷൻ അവർ തരും. എനിക്ക് 20% ഇട്ടുള്ളൂ. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് വരുന്നൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ ഇപ്പോൾ കറണ്ടിൽ ഇപ്പോൾ ഇറങ്ങുന്നൊരു വണ്ടിക്ക് എത്രയാണ് കേരളത്തിലെ റോഡ് ടാക്സ് എന്ന് നോക്കും. അതിൻ്റെ സ്ലാബ് നോക്കും. ആ സ്ലാബിൽ ആണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരിക. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ 12 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്ന വണ്ടിക്ക് 12% ടാക്സ് അടയ്ക്കേണ്ടി വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് എമൗണ്ട് തന്നത്. എന്തായാലും 12 ടോട്ടൽ എനിക്ക് നോക്കുമ്പോൾ 12 ശതമാനം ടാക്സ് വന്നിട്ടുണ്ട് കേട്ടോ. 12% 12% ടാക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേസ്. ഞാൻ ഇപ്പോൾ തെറ്റിപ്പോയിട്ട് ഒന്നും കൂടെ പറയാം. പിന്നെ വണ്ടിയുടെ ടോട്ടൽ പ്രൈസ് എടുക്കുക. അതിനൊരു ഇയർ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ആ ഡിപ്രീസിയേഷൻ വാല്യൂവും കഴിഞ്ഞിട്ട് ഇപ്പോൾ കറണ്ടിലി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വണ്ടികളുടെ ഇപ്പോൾ ആ എമൗണ്ടിനനുസരിച്ചുള്ള വണ്ടി ഇപ്പോൾ കേരളത്തിൽ എത്ര രൂപയ്ക്കാണ് എത്ര ശതമാനമാണ് സ്ലാബ് നോക്കും. ആ സ്ലാബാണ് നമുക്ക് തരിക കേട്ടോ. അതാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടാക്സ് അടച്ച പേപ്പറാണ്. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ നമ്മുടെ വേങ്കോട് പഴകുറ്റിക്ക് അടുത്തുള്ളൊരു സ്ഥലത്താണ് സാധാരണ ടെസ്റ്റ് നടക്കുക. അപ്പോൾ ഞാൻ വണ്ടിയുടെ ടെസ്റ്റ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് അത് സാധാരണ വണ്ടിയുടെ ടെസ്റ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് വണ്ടിയുടെ ടെസ്റ്റ് നടക്കുന്നത് ഇത് MVP അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ അപ്പം അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് MVD വന്നിട്ടുണ്ട്. MVDയുടെ വണ്ടി അവിടെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ എച്ചൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് 10 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കാരണം കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. ആദ്യം RC ഒരു കവറിനകത്തിട്ട് വയ്ക്കുക. അതിനുശേഷം ഞാൻ വണ്ടിയുടെ ടാക്സ് അടച്ച പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം NOC വെച്ചിട്ടുണ്ട്.
NOC ശേഷം 2 ഫോം 28 വെച്ചിട്ടുണ്ട്, ഇത് വേണമെന്നില്ല. പിന്നെ ഉള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോം 27, ഫോം 29, ഫോം 30, പിന്നെ RC ബുക്കിൻ്റെ ഒരു കോപ്പി ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ ആധാർ വെച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ലൈസൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നില്ല. പിന്നെ ഇത് അവിടുത്തെ അഫിഡവിറ്റ്, ഇതും ആവശ്യമില്ലാത്തതാണ്, ഞാൻ ഉള്ളതുകൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇത് പുള്ളിയുടെ ആധാർ കാർഡാണ്. പിന്നെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, വണ്ടിയുടെ ഇൻഷുറൻസ്, പിന്നെ ഇവിടെ നിന്ന് എഴുതിയ അഫിഡവിറ്റ് കേട്ടോ, ഇവിടെ നിന്ന് എഴുതിയ അഫിഡവിറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് NOCയിൽ ഫോം 28 NOC മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഇവിടുത്തെ അഫിഡവിറ്റ്, പിന്നെ ഫോം 27, 29, 30, പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പിന്നെ സർട്ടിഫിക്കറ്റ്. ഇത് ഇത്രയാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് വയ്ക്കാനുള്ളത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്താണ് പിന്നെ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വന്നത് ഇപ്പോൾ ഏജൻറ്റിനെ കണ്ടിട്ടില്ല കേട്ടോ. ഏജൻറ്റൊന്നും കാണാതെ ഞാൻ സ്വന്തമായിട്ട് RTO ഓഫീസിൽ പോയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അറിയില്ല, ഇനിയിപ്പോൾ ഞാൻ വണ്ടി ടെസ്റ്റിന് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം പുള്ളി ഇനി എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം ടെസ്റ്റ് കൂളായിട്ട് പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുതിയ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ടെസ്റ്റ് പാസ്സായിട്ടില്ല, എന്തെങ്കിലും അഡീഷണൽ കടമ്പകൾ കടക്കാനുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ പിന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക്സ്, ബൈ ബൈ. സുഹൃത്തുക്കളെ, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ട്രെയിൻ പിന്നെന്താണ് നമ്മുടെ ലൈസൻസിൻ്റെ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് ആണ് ഈ ലൈസൻസിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആയിരുന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ മൂന്നാമത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്. അത് ഞാൻ പഴകുറ്റിയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരാനാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത്, എനിക്ക് സ്ഥലം അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ ഗ്രൗണ്ടിലായിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഒരു പോലീസുകാരനെ ചോദിച്ചപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് പുത്തമ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. പുത്തമ്പാലത്ത് നിന്ന് നമ്മൾ ഇവിടെ ഇതുവഴി നമുക്ക് വെമ്പായം പോകാൻ പറ്റും. വെമ്പായം കയറി പോകുന്ന ഒരു റോഡുണ്ട്. അപ്പോൾ ആ റോഡിൽ കയറി കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് സൈഡിലൊരു അമ്പലമുണ്ട്. അതാണ് ഈ അമ്പലം. അമ്പലത്തിൻ്റെ പേര് ശ്രീ മൂർത്തിനട ശിവക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ടെസ്റ്റ് നടക്കുവാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ടെസ്റ്റ് നടന്ന് വരികയാണ്. ചെറിയ മഴയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റ് നടന്ന് വരികയാണ്. അപ്പോൾ ഐ എം വെയിറ്റിംഗ്. അപ്പം അഗൈൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വണ്ടിയുടെ ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ അഗൈൻ ഐ വിൽ അപ്ഡേറ്റ് യു. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൽ ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, കാരണം നമുക്കൊരു ഏജൻ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കൊന്ന് പിന്നെ എവിടെയാണ് ടെസ്റ്റ് നടക്കുന്നത്, കാരണം വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വേറെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇൻഡസ്ട്രിയേറ്റ് വണ്ടിയുടെ കേസ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായി സാധാരണ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത് അവിടെയുള്ള പോലീസുകാരെ ഇവിടെ വരാനാണ് പറഞ്ഞത്, ഇപ്പം നടന്ന സ്ഥലത്ത്. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ വേറെ സ്ഥലത്ത് പോയി. അത് അവിടെയാണ് ഈ പിന്നെ ഒരു ഗ്രൗണ്ടൊക്കെ ഉള്ളത്, മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കുന്ന അവിടെയാണ്. അപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോഴും, പുറത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ, അപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കും അത് അറിയില്ലായിരുന്നു. ഇപ്പം നടന്ന സ്ഥലത്തിനെക്കുറിച്ച് നാട്ടുകാർക്ക് പോലും അറിയില്ല കേട്ടോ. പക്ഷെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ ഞാൻ, അതായത് ഈ പുത്തമ്പാലം ഇങ്ങോട്ട് വളഞ്ഞ് കയറുന്നതിൻ്റെ അവിടെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്ക് അത് അറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു. ആ അമ്പലത്തിൻ്റെ അവിടെ ഉള്ളൊരു കടയിൽ ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇവിടെ ഇന്നലെ നടന്നിരുന്നു. എല്ലാ ദിവസവും നടക്കുന്ന ദിവസം അവർക്കറിയില്ല. അപ്പോൾ ഇന്നലെ നടന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടികൾ വന്നു തുടങ്ങി. ഒരു 10-10 ആയപ്പോഴത്തേക്ക് വണ്ടികൾ വന്നു തുടങ്ങി. ഒരു 11 മണി ആയപ്പോഴത്തേക്ക് മറ്റേ 10 ആയപ്പോഴത്തേക്ക് അവരും വന്നു, MVD ഉദ്യോഗസ്ഥരും വന്നു. എന്നിട്ട് ടെസ്റ്റ് നടന്നു. അപ്പോൾ ഇത്രയും അലഞ്ഞ സമയത്ത് ഞാനിത് അന്വേഷിച്ചിട്ട് കുറേ കടകളിലൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവർക്ക് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് വന്നിട്ട്, കാരണം ഈ സ്ഥലം ആർക്കും അറിയില്ല. അപ്പം കടകളിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത്, നീ ഇത്രയും അലയുന്ന എന്തിനാണ്, നിനക്കൊരു ഏജൻറ്റിനെ ഏൽപ്പിച്ചാൽ പോരെ, ഏജൻറ്റിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ എന്ത് പറ്റിയേനെ, ഇത്രയും അലയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ മനസ്സൊന്ന് മാറിയതായിരുന്നു, നമുക്കൊരു ഏജൻറ്റിനെ കാണാമെന്ന്. പക്ഷേ എന്നിട്ടും ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ നേരത്തെ ആ ഗ്രൗണ്ടിൽ വെച്ചൊരു പോലീസുകാരനെ ചോദിച്ചിരുന്നല്ലോ, ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥനെ ചോദിച്ചപ്പോൾ പുള്ളി ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനിവിടെ എന്തായാലും കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ച് കിടന്നപ്പോഴത്തേക്കാണ് നടന്നത്. അപ്പം ഞാൻ ഏജൻറ്റിനെ കണ്ടിരുന്നെങ്കിൽ മിനിമം
ഒരു അവിടെ NOC എടുക്കാൻ തന്നെ 6000 രൂപയില്ലേ. അപ്പോൾ ഇവിടെ ഒരു മിനിമം ഒരു 5-6 രൂപ എന്തായാലും അതിന് 10 രൂപ എന്നാണ് ഞാൻ കേട്ടത്. 5 രൂപ എന്തായാലും. അപ്പോൾ അതെനിക്ക് ലാഭിക്കാൻ പറ്റി. അപ്പം മനസ്സ് മാറണ്ട. അപ്പം അവർ സ്ട്രിക്റ്റ് ഒന്നുമല്ല. അപ്പം പിന്നെ എല്ലാ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ബോണറ്റ് തുറന്ന് എഞ്ചിൻ നമ്പർ പിന്നെ ചേസിസ് നമ്പർ ഒക്കെ ചെക്ക് ചെയ്ത് പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് പിന്നെ വൈപ്പർ ഇട്ട് ലൈറ്റ് ഇട്ട് ഒക്കെ ചെക്ക് ചെയ്യും. പക്ഷേ ഇത് ഈ എൻ്റെ വണ്ടിയുടെ കേസ് പുള്ളി പിന്നെ എഞ്ചിൻ നമ്പർ ചേസിസ് നമ്പർ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേസിസ് നമ്പർ വണ്ടിയുടെ അടിയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്ക് കിടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കിടന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ വണ്ടി തന്നെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. ബാക്കി പിന്നെ വേറെ കാര്യങ്ങളൊന്നും പുള്ളി ചോദിച്ചില്ല. പുള്ളി ചോദിച്ചത് അവിടെ ആരുടെ പേരിലാണ്, പിന്നെ എവരാണ് ഇവിടെ ടാക്സ് അടച്ച പേപ്പർ എവിടെ, അങ്ങനെയൊക്കെയുള്ള കാര്യം കൊടുത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് വെരിഫൈ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൽഹി ഇൻഡസ്ട്രേറ്റ് വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ മതി. കാരണം നേരത്തെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നേരെ ജോയിൻറ്റ് RTO അടുത്ത് പോവുക. RTO അടുത്ത് പോയി ആദ്യം അവിടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ കയ്യിൽ ഡോക്യുമെൻറ്റ് കൊടുക്കുക. ആ പുള്ളി ആവശ്യമുള്ള കാര്യങ്ങൾ പറയും, എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പറയും. എന്നിട്ട് ജോയിൻറ്റ് RTOനെ കാണുക. ജോയിൻറ്റ് RTO എല്ലാം കഴിഞ്ഞിട്ട് എഞ്ചിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയും. അതിന് ശേഷമാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരിക. തിരിച്ച് നേരത്തെ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്ത ആളുടെ അടുത്ത് തന്നെ കൊടുക്കുക. എന്നിട്ട് ഫീസ് അടയ്ക്കുക. അപ്പം പിന്നെ അങ്ങനെ ഫീസ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റിന് വേണ്ടി പോവാം. അപ്പം ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കാനുള്ളത്. പിന്നെ അപ്പം കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഫീസ് അടച്ചത് ഇപ്പം നമ്മൾ പിന്നെ അവരുടെ പേയ്മെൻറ്റ് ഗെറ്റ്വേ ഒക്കെ ഉണ്ടല്ലോ. ആ പേയ്മെൻറ്റ് ഗെറ്റ്വേയുടെ ട്രാൻസാക്ഷനൊക്കെ കഴിഞ്ഞ് ഇതവിടെ എത്തുന്നവർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ബുദ്ധിമുട്ടാവും. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് അവരെ കൊണ്ടിട്ട് എന്താ പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കലാണ് നല്ലത്. പിന്നെ അപ്പം ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ ഡോക്യുമെൻറ്റ് പിന്നെ എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അവർ രജിസ്റ്റർ ചെയ്യും. അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു യൂസർ ID യും ഒരു പാസ്വേഡും കിട്ടും. അതൊരു പേപ്പറിൽ അവർ തരും, പ്രിൻ്റ് എടുത്ത് തരും. അതുപോലെ നിങ്ങൾക്ക് SMS വരും. ആ SMS വരുന്ന ലിങ്കിൽ കയറി പേയ്മെൻറ്റ് ചെയ്താൽ മതി. അവിടെ കയറി ലോഗിൻ ചെയ്തിട്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോവുക. അപ്പോൾ അത് പിന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏത് രീതിയിലുള്ള ടെസ്റ്റാണെന്ന് നേരത്തെ തന്നെ അന്വേഷിച്ച് വെക്കുക. കാരണം ഞാനൊരു 3 സ്ഥലത്ത് പോകേണ്ടി വന്നു. 3 സ്ഥലത്തിലാണ് പിന്നെ സംഭവം സക്സസ് ആയത്. അപ്പോൾ അതുകൊണ്ട് അലയാണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ അന്വേഷിച്ച് വെച്ചിട്ട് ഇറങ്ങുക. അപ്പോൾ അന്വേഷിച്ചാലും ചിലപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടില്ലായിരിക്കും. കാരണം ഞാൻ നേരത്തെ അന്വേഷിച്ച് വെച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ആദ്യത്തെ സ്ഥലത്ത് പോയത്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ അല്ല, വേറെ സ്ഥലം പറഞ്ഞു. അപ്പോൾ ആ സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയായിരുന്നു. ആ നാട്ടുകാർക്കും അറിയില്ല എന്നുള്ളതാണ് അവിടുത്തെ വേറെ കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ച് വെച്ചിട്ട് പിന്നെ രജിസ്ട്രേഷൻ ഇറങ്ങുക. എല്ലാം സിമ്പിളാണ്. പിന്നെ ഇതൊക്കെ ഒരു കുറച്ച് അലയേണ്ടി വന്നാലും എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, എൻ്റെ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞു. മേ ബി പുള്ളിയുടെ അടുത്ത് ചോദിച്ചു എനിക്ക് ഫാൻസി നമ്പർ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഫാൻസി നമ്പർ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ടാക്സൊക്കെ തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് 1.20 അപ്പോൾ അത് 1.62 അപ്പോൾ അതുകൊണ്ട് എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഒരു 40 രൂപ കൂടി. അപ്പോൾ ഇനി പൈസ കളയാനില്ലാത്തത് കൊണ്ട് ഒരു പിന്നെ ഫാൻസി നമ്പർ വേണ്ട, സാധാരണ നമ്പർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്പർ കിട്ടും. നമ്പർ SMS വരുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ടെസ്റ്റ് പാസ്സായല്ലോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലോ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിലോ ജസ്റ്റ് പിങ് മീ, കമൻ്റ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പിങ് മീ, ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. അപ്പം വണ്ടി ചെക്ക് ചെയ്യുന്നതിലൊക്കെ കുറേ ട്രിക്കും കുട്ടൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയിലൊരു ചെറിയ എൻ്റെ ടെസ്റ്റ് ചെക്കിങ്ങിൽ ഫെയിലായി പോയൊരു കേസുണ്ട് കേട്ടോ. അതാണ്ട് ഈ ഗ്ലാസ്, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഈ ഗ്ലാസ് ഇത് പവർ വിൻഡോയാണ്. അപ്പം കണ്ടോ നിങ്ങൾ, പവർ വിൻഡോയാണ്. ഇവിടെയും പവർ വിൻഡോയാണ്. അപ്പോൾ ഇവിടെ ഈ സ്വിച്ച് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് റൈറ്റ് സൈഡിൽ പിന്നെ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള പിന്നെ പവർ വിൻഡോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ പുള്ളി പിന്നെ എനിക്ക് തന്ന ആൾ ഒരല്പം അങ്ങനെ ഒരു പ്രത്യേക രീതി പിടിക്കുമ്പോൾ വർക്ക് ആവുന്നുണ്ട്, മേളിലോട്ടൊരു തിരിച്ചായിട്ടു. അപ്പോൾ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലായി. അതേപോലെ ലെഫ്റ്റ് സൈഡും പുള്ളി പിന്നെ പറഞ്ഞു പിന്നെ എന്തിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന്. അതേപോലെ വർക്കാവാത്തത് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അത് പിന്നെ
അതായത് അതിനകത്തുള്ള മോട്ടർ, അതിൻ്റെ അകത്തുള്ള മറ്റേ ബ്രാക്കറ്റ്സ് ഒന്നുമില്ല, ഒരു കമ്പോണൻറ്റും ഇല്ല. എല്ലാ കമ്പോണൻറ്റും അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു. ഒന്നുകിൽ പുള്ളി അറിയാതെ ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കും, ഇനി അല്ലെങ്കിൽ പുള്ളി എന്ത് പറ്റിയതെന്ന് അറിയില്ല. ഒന്നുകിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയതോ, ഇനി ഇല്ലാതായി പോയതോ എന്തോന്ന് അറിയില്ല. ഡോറിന് വൃത്തികേടൊന്നുമില്ല, പക്ഷേ അതിനകത്തുള്ള ഈ ബാക്കി സ്വിച്ചുകളൊക്കെ വർക്കാവും കേട്ടോ. അതായത് ഇപ്പോൾ അവിടെ സൈഡിൽ ലൈറ്റ് ഉണ്ട്, പിന്നെ ആ ലൈറ്റിലൊക്കെ വർക്കാവും, പിന്നെ ഡോർ തുറക്കാൻ അടയ്ക്കാൻ പറ്റും, ലോക്കൊക്കെ വർക്കാവും, അതൊക്കെ എല്ലാം സെറ്റാണ്. പക്ഷേ ഈ പവർ വിൻഡോ മാത്രം വർക്കാവുന്നില്ല. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മോട്ടർ, ബ്രാക്കറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എന്നിട്ടത് താഴെ വീഴാണ്ടിരിക്കുന്നത് ഒരു കമ്പി, ഒരു കുറച്ച് കനമുള്ള ഒരു കെട്ട് കമ്പി ഇങ്ങനെ 2 സ്ഥലത്തായിട്ടിട്ട് ക്രോസ് ചെയ്ത് ഉടക്കുണ്ടാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. ഞാൻ എൻ്റെ ഫോട്ടോയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിൽ വലിയ നടക്കാത്ത കേസാണ്. കാരണം പുള്ളി പറഞ്ഞത് എന്താണ്, പിന്നെ സ്വിച്ച് കംപ്ലൈൻ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. കാരണം അല്ലെങ്കിൽ ഇനി പിന്നെ കൊണ്ടുപോയി ഇതൊക്കെ തുറന്ന് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് ചെക്ക് ചെയ്തൊക്കെ വരണം. അപ്പോൾ ഇതിനൊരു പിന്നെന്താണ്, ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രഷ്, ഇപ്പം പിന്നെ പവർ വിൻഡോ ഇല്ലാത്ത വണ്ടിയിൽ നമ്മൾ പവർ വിൻഡോ വയ്ക്കത്തില്ലോ. ഇപ്പോൾ ഒരു ഡോറിൽ പവർ വിൻഡോ ഇല്ലാത്ത സ്ഥലത്ത് നമ്മളൊരു പവർ വിൻഡോ വയ്ക്കുമ്പം എന്തൊക്കെ നൂലാമാലകളുണ്ടോ ആ നൂലാമാലകളൊക്കെ പിന്നെ വേണ്ടി വരും. കാരണം നമ്മൾ മോട്ടോർ മേടിക്കേണ്ടി വരും, അതിൻ്റെ ബ്രാക്കറ്റ്സ് മേടിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 5000 രൂപ ആവുമെന്നാണ് തോന്നുന്നത് ഈ ടാറ്റ എക്സയിൽ. ഓക്കെ, അപ്പോൾ അതുപോലത്തുള്ള പണികൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കാരണം നമ്മൾ എത്ര ചെക്ക് ചെയ്തു, ഞാനിപ്പോൾ അവിടെ നിന്ന് മേടിക്കുമ്പം എഞ്ചിൻ ചെക്ക് ചെയ്തു, ചേസിസ് ചെക്ക് ചെയ്തു, ചേസിസ് ബെൻഡുണ്ടെന്ന് ചെക്ക് ചെയ്തു, 4 ഡോറും തുറന്ന് നോക്കി, പിന്നെ വണ്ടിയുടെ ബാക്കി എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നോക്കി, ഓയിൽ നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സർവീസ് സെൻറ്ററിൽ പിന്നെ സർവീസിന് കൊടുത്ത സ്ഥലത്ത് ഞാൻ പോയിട്ട്, ഞാനാണ് സർവീസിന് കൊണ്ടുപോകുന്നത്. ഞാനും ഓണറും യഥാർത്ഥത്തിൽ ഡയറക്റ്റല്ല കൊണ്ടുപോയത്, കാരണം എനിക്ക് സ്ഥലമൊന്നും അറിഞ്ഞില്ലാത്തതുകൊണ്ട് ഓണർ പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആളിനെ വിളിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂടെ പോയി, അങ്ങനെയാണ് പോയത്. അപ്പോൾ ഞാൻ അവരുടെ തന്നെ പറഞ്ഞു, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി തരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് അന്വേഷിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചെറിയൊരു ആക്സിഡൻറ്റ് നേരത്തെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ബോണറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ബോണറ്റിൻ്റെ സൈഡിലുള്ള ചില ബ്രാക്കറ്റ്സിലൊക്കെ ചെറിയ ബെൻഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതേ ഉള്ളൂ. അപ്പോൾ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ സാധനം നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം ഇനി അഥവാ സ്വിച്ചിൻ്റെ കുഴപ്പമാണെങ്കിൽ തന്നെ ചെറിയ പ്രശ്നമല്ലേ എന്നുള്ള നിലയ്ക്ക് നമ്മളത് വലുതായിട്ടാക്കിയില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരും, നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും വരും. അപ്പം എന്തായാലും മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ താല്പര്യമുള്ളവർ ഡൽഹിയിൽ പോയി എടുക്കുക വണ്ടികൾ. പിന്നെ ഇപ്പോൾ ഈ ടാറ്റ ഹാക്സ് കുറച്ച് വില കൂടുതലാണ്, 2018 വണ്ടിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ടാക്സ് 162 ആയത്. അപ്പം പുള്ളി ടാക്സ് പിന്നെ ഈ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്ത് ടാക്സ് പിന്നെ ഇതൊക്കെ എൻ്റർ ചെയ്ത പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ എന്തിനാണ് ഇതെടുത്തത്, നീ ഒരു 2012 പിന്നെ 13 വണ്ടികളൊക്കെ നിനക്ക് ഫോർച്യൂണറൊക്കെ 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് കിട്ടുമല്ലോ, നിനക്ക് അതെടുത്തുകൂടായിരുന്നു. അല്ലെങ്കിൽ 2014 ഇന്നോവയൊക്കെ എടുക്കുകയാണെങ്കിൽ നിനക്ക് ഈ പൈസയ്ക്ക് ഇപ്പോൾ ഇതെടുത്ത പൈസയ്ക്ക് ഒക്കെ നിനക്ക് ഇന്നോവയൊക്കെ എടുത്തുകൂടെ. പിന്നെ ഇനിയിപ്പോൾ ഇന്നോവ ആണെങ്കിൽ തന്നെ 2014 വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നീ ഇപ്പോൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ പകുതിയാവുള്ളൂ. ഒരു 80 രൂപ 90 രൂപ അല്ലെങ്കിൽ 60 രൂപ ആ റേഞ്ചൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ നീ ഇത്രയും പൈസ കൊടുത്ത് എന്തിനാണ് ടാറ്റ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ടാറ്റ എക്സയോടുള്ളൊരു നേരത്തെ ഉള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തത്. കാരണം അതിൽ ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഞാൻ 3.5 ദിവസം കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് വണ്ടി ഓടിച്ച് കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. 3200 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. 3080 കിലോമീറ്റർ ആയിരുന്നു കറക്റ്റ് വരേണ്ടത്, പക്ഷേ ഞാനൊരു 100 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഞാൻ വന്ന വഴിക്ക് മറ്റന്ന് പിന്നെ നമ്മുടെ ഇവിടെ രാജസ്ഥാനിലൊക്കെ ഒരുപാട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു, റോഡൊക്കെ കുറേ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കറങ്ങിയൊക്കെയാണ് വന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ 3.5 ദിവസം കൊണ്ട് ഇവിടെ എത്തി. കണ്ടിന്യൂസ് ആണ്. പകൽ മാത്രമേ ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളൂ, രാത്രി ഞാൻ വണ്ടി ഓടിച്ചത് അവസാനത്തെ ദിവസം മാത്രമാണ്. ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒരു 8 മണിക്ക് എണീക്കും, 8 മണിക്ക് ഇറങ്ങും, പിന്നെ 8 മണിക്ക് ഇറങ്ങും, പിന്നെ വൈകുന്നേരം ഒരു 8 മണി 7 മണി ഒക്കെ ഓടും. ഒരു 800-900 കിലോമീറ്റർ ആവറേജ് ഓടി. അപ്പോൾ ഈ ആവറേജ് വണ്ടി കൂളായിട്ട് ഈ 3200 കിലോമീറ്റർ ഒറ്റ ട്രിപ്പിൽ വന്നു. അപ്പം എന്നിട്ട് ആലോചിച്ച് നോക്കാം, തലേ ദിവസം ഞാനിവിടെ എത്തുന്നതിൻ്റെ തലേ ദിവസം രാവിലെ 7 മണിക്ക് ഞാൻ മധ്യപ്രദേശ് ആണോ, അതായത് ബാംഗ്ലൂരിന് 350, ബാംഗ്ലൂരിന് 350 കിലോമീറ്റർ മുമ്പാണ് ഞാൻ അവിടുത്തെ ഹോട്ടലിൽ നിന്ന്, ഞാൻ രാത്രി അവിടെയാണ് കിടന്നത്, ആ ഹോട്ടലിൽ നിന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങുന്നു. ബാംഗ്ലൂരിൽ നിന്ന് 350 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നിട്ട് ഞാൻ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞു, നേരെ ബാംഗ്ലൂർ എത്തി. 350 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ എത്തി.
പിന്നെ അതിനുശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നേരെ തമിഴ്നാട്. കാരണം തമിഴ്നാട് എൻ്റെ ഒരു പിന്നെ സുഹൃത്തിനെ എടുക്കാനുണ്ടായിരുന്നു, എൻ്റെ ഓഫീസിലുള്ള ഒരു സുഹൃത്തിനെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടി അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് നേരെ ഞാൻ തെങ്കാശി വഴിയാണ് നേരെ ഇവിടെ വന്നിറങ്ങിയത്, കേരളത്തിൽ വന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് പിന്നെ തലേദിവസം തിരിച്ചത് അന്ന് മൊത്തം ഓട്ടിച്ചു. പിറ്റന്ന് രാവിലെ 6 മണിക്കാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുന്നത് കേട്ടോ. പിറ്റന്ന് രാവിലെ കണ്ടിന്യൂസ് 24 hours ഞാൻ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചു, 23 hours കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചു. എന്നിട്ട് രാവിലെ ഞാൻ ഉറങ്ങിയതുമില്ല. എന്നിട്ട് 6 മണിക്ക് വന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞാനൊരു 1 മണിക്കൂർ വില പോകുന്ന വീട്ടിൽ കിടന്നതാണ്. കിടന്നിട്ട് തിരിച്ച് ഉണർന്നത് കൊണ്ട് തന്നെ ഞാൻ വണ്ടി എടുത്ത് എന്ത് ചെയ്തു, നേരെ ഓഫീസിൽ പോയി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ 3.5 ദിവസം കണ്ടിന്യൂസ് 3200 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. അവസാനത്തെ ദിവസം 23 hours കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു. എന്നിട്ട് ഒട്ടും ഉറങ്ങിയില്ല. രാവിലെ വന്ന് 1 മണിക്കൂർ അല്പം കിടന്ന് ഉറങ്ങിയതിന് ശേഷം നേരെ എണീച്ച് ഞാൻ ഇവിടെ പോയി, ഓഫീസിൽ പോയി. അപ്പോൾ എനിക്ക് ഈ 3.5 ദിവസം കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ബോഡിക്ക് ഒരു പ്രശ്നമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതാണ് ടാറ്റ എക്സയുടെ ഗുണം. ഓക്കെ, അപ്പോൾ ഞാനത് ടാറ്റ എക്സയെ പൊക്കി പറയുന്നതല്ല. അപ്പോൾ ഞാനത് ആദ്യം നേരത്തെ ഒരുപാട് അന്വേഷിച്ചും അറിഞ്ഞും ടാറ്റ എക്സയുടെ കംഫർട്ട്നെസ് അറിഞ്ഞിട്ടും തന്നെയാണ് ഞാൻ ടാറ്റ എക്സ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു MPV ആണ്. പിന്നെ നമുക്കിതിന് നമുക്ക് ഇന്നോവ ക്രിസ്റ്റോ ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഫോർച്യൂണറുമായിട്ടാണ്. കാരണം ഇതിൻ്റെ ടയറൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ കമാൻഡിങ് പൊസിഷനൊക്കെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഒരു ഇതാണ്. നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. സീറ്റൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഹൈറ്റിൽ വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ടയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ടയറാണ്. ഇത് 19 ഇഞ്ച് ടയറാണ്. അപ്പോൾ അത് പിന്നെ ഇന്നോവയിലൊന്നും വരുന്നില്ല. ഇന്നോവയിലൊക്കെ ചെറിയ ടയറിൽ വരുന്നത്. അപ്പോൾ അത് ഫോർച്യൂണറിലാണ് ടൈപ്പ് ടയർസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന വണ്ടി എടുക്കുക. ആരും പറയണമെന്നും കേൾക്കണ്ട. ഓക്കെ, അപ്പം ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കണക്ട് മീ. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഓൾസോ കണക്ട് മീ. ഓക്കെ, ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.